നവഭിർദിവസൈ ശ്രീമദ് വേദവ്യാസമുഖാംബുജാത് ത്രൈലോക്യമാതരം ദേവീം പൂജയിത്വാ വിധാനദഃ. നവഭിർ ദിവസൈഹി, 9 ദിവസം കൊണ്ട്, ശ്രീമദ്, ഇത്രയും മഹത്തായ ഈ ശ്രീമദ്, വേദവ്യാസൻ എന്ന മഹാമുനിയുടെ മുഖാംബുജാത്, ആ മുഖത്ത് നിന്നും നേരിട്ട്, ത്രൈലോക്യ മാതരം, മൂന്ന് ലോകങ്ങളുടെയും മാതാവായ ദേവീം, ആ ദേവിയെ പൂജയിത്വാ, പൂജിച്ചിട്ട്, വിധാനതഃ, വിധിയാം വണ്ണം, നവഭീർ ദിവസൈ ശ്രീമദ് വേദവ്യാസമുഖാംബുജാത് ത്രൈലോക്യമാതരം ദേവീം പൂജയിത്വാ വിധാനതഃ. അതായത് നമ്മൾ ശ്രീമദ് ഭാഗവതം 7 ദിവസമാണ് സപ്താംഗ യജ്ഞത്തിലൂടെ പൂജിക്കുക എന്നുണ്ടെങ്കിൽ, ഈ ശ്രീമദ് ദേവി ഭാഗവതം നമ്മൾ 9 ദിവസം കൊണ്ടാണ് നമ്മൾ മുഴുവനായി ഭജിക്കുന്നത്. അതായത് 3 ലോകങ്ങളുടെയും മാതാവായ ഈ ദേവിയെ നമ്മൾ വിധിയാം വണ്ണമാണ് പൂജിക്കേണ്ടത്. അതും 9 ദിവസം കൊണ്ട് ആ ജനമേജയൻ വേദവ്യാസ മുഖത്ത് നിന്നും നേരിട്ട് അത് കേട്ടു. അതായത് തൻ്റെ പിതാവ് തക്ഷക ദംശനത്താൽ മരിച്ചു പോയപ്പോൾ ആ ജനമേജയ മഹാരാജാവ് എല്ലാ പാമ്പിനെയും കൂട്ടത്തോടെ എരിക്കുകയും ആ പാമ്പിൻ്റെ ആ ഒരു ശാപത്തിൽ നിന്നും ആ പാമ്പ് പറയുകയുണ്ടായി, ഞാൻ നിന്നെ ഇത്രയും ദിവസത്തിനകം കൊല്ലുന്നതാണ്. അപ്പോൾ ആ ജനമേജയൻ എന്താണ് ചെയ്തത്? ആ ഒരു പാമ്പിനിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു കോട്ടയ്ക്കുള്ളിൽ ഇരിക്കുകയും അത്രയും ദിവസം ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ വേദവ്യാസ മഹാമുനിയിൽ നിന്നും ഭാഗവതം ശ്രവിക്കുകയാണ് ഉണ്ടായത്. നവഭിർദിവസൈ ശ്രീമദ് വേദവ്യാസമുഖാംബുജാത് ത്രൈലോക്യമാതരം ദേവീം പൂജയിത്വാ വിധാനദഃ. താങ്ക് യു.